എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൂരിയും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കറിയും കൂടെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെ കേട്ടോ. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. എന്നാൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ 1/2 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് റവ ഒരു 1/4 കപ്പ് ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വയ്ക്കാം. ഒരു 10 മിനിറ്റ് നേരം അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കാം. ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണേ. ചെറു ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുത്ത് കുതിർത്ത് വയ്ക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. റവയൊക്കെ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് റവയ്ക്ക് ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഗോതമ്പ് പൊടിക്ക് പകരം മൈദ എടുക്കണമെന്നുണ്ടെങ്കിലും എടുക്കാം. പക്ഷേ ഗോതമ്പ് പൊടിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കസൂരി മേത്തി. ഇനി മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാമേ. അതിനോടൊപ്പം തന്നെ 1/4 കപ്പ് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വേവിച്ച് ഒന്ന് ഉടച്ചെടുത്തതാണ് ഈ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. നന്നായിട്ട് കുഴച്ചെടുക്കാവുന്നതാണ്. ചപ്പാത്തിയേക്കാളും കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് പൂരിമാവ് കുഴിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളായിട്ട് എടുക്കാം. ഇനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ ഉരുളകളായിട്ട് നമുക്ക് പൂരിക്ക് പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൂരി തന്നെയാണ് കേട്ടോ. ഞാൻ കുറച്ച് വലിയ ഉരുളകളാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തിയിട്ട് നമുക്കിതിനെ ചെറിയ ഏതെങ്കിലും ഒരു പാത്രം വെച്ച് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് ഞാനിപ്പോൾ ഒരു തട്ടത്തിൻ്റെ ഒരു അടപ്പെടുത്തു. എന്നിട്ട് ഇതിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നു. നമുക്ക് എങ്ങനെ വേണമെങ്കിലും പരത്തിയെടുക്കാം. ചെറിയ ഉരുളകളെടുത്ത് പരത്തിയെടുത്താലും മതി. ചപ്പാത്തിയുടെ അത്രയും തീരെ കനം കുറച്ചാകരുത് പൂരി പരത്ത്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ചപ്പാത്തിയേക്കാളും കുറച്ച് കട്ടിയായിട്ട് തന്നെ പരത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കട്ടിയാകരുത്. കണ്ടോ, നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഒട്ടും എണ്ണ കുടിക്കാതെ തന്നെയുള്ള പൂരി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൂരിയുടെ റെസിപ്പി തന്നെയാണ്. ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം. അടുപ്പത്തേക്കൊരു പാൻ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 സവാള, അതുപോലെ തന്നെ 10 കാഷ്യൂനട്ട് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു തക്കാളിയുടെ പകുതി തക്കാളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പുമിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളർ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ആറിയ ശേഷം ഇത് നമുക്ക് നല്ലതായിട്ട് അരച്ചെടുക്കാം. അടുപ്പത്തേക്ക് ഞാൻ വീണ്ടും ഒരു പാൻ വെച്ചു. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ ചെറിയൊരു കഷ്ണം സവാള, വറ്റൽമുളക്, പച്ചമുളക് ഇത്രയും അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ മുമ്പേ എടുത്ത തക്കാളിയുടെ പകുതി തക്കാളി ഉണ്ടല്ലോ, ആ തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയുടെയൊക്കെ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് അരച്ച് ആ അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എണ്ണ തെളിഞ്ഞ് വിടുന്നിടം വരെ വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമുക്ക് എന്തുമാത്രം ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ 1/2 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുത്ത് തീ ഓഫ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കറി തന്നെയാണ് കേട്ടോ. പൂരിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയും കൂടെയാണ്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൂരിയും അതുപോലെ തന്നെ കറിയും തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ ആ പൂരി കാണുമ്പോൾ തന്നെ അറിയാലോ, ഒട്ടും എണ്ണമായി ഒന്നുമില്ലാതെ ആ പൂരി തയ്യാറാക്കി കിട്ടിയിരിക്കുന്നത്. എല്ലാവരും ഈ രീതിക്ക് തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ.
ശരിക്കും പറഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൂരി തന്നെയാണ്. എല്ലാവരും ഈ രീതിക്ക് തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കി. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.